ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ആംസ്റ്റർഡാമിലെ ഞങ്ങളുടെ 2ാം ദിവസത്തെ യാത്ര പോസ്റ്റ് കാർഡിലൊക്കെ കാണുന്ന അതിമനോഹരമായ ഒരു ഗ്രാമത്തിലേക്കാണ്. അങ്ങനെ അതിരാവിലെ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഒളിമ്പിക് എന്ന് പറയുന്നൊരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത്. ഇവിടുത്തെ റോഡിൽ എനിക്ക് കണ്ടതായ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സൈക്കിളിന് പോകാൻ റോഡ് കഴിഞ്ഞിട്ടാണ് സെപ്പറേറ്റ് ഒരു റെഡ് ട്രാക്ക് ഉള്ളത്. അതും കഴിഞ്ഞാണ് ഇവിടുത്തെ ഫുട്പാത്ത് ഉള്ളത്. ആ ഒരു സൈക്കിൾ ലൈൻ ഈവൻ നമുക്ക് റൗണ്ട് അബൌട്ടത്തിൽ പോലും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ മെട്രോ സ്റ്റേഷനിലെത്തി. അവിടുന്ന് നേരെ ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ് പോയത്. അവിടെ ചെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് ഇനി ഞങ്ങൾ സാൻഷേ ഷാങ്കിലേക്ക് പോകാനുള്ള ബസ് കയറാൻ പോവുകയാണ്. ഈ കാണുന്നതാണ് ആംസ്റ്റർഡാമിലെ സെൻട്രൽ സ്റ്റേഷൻ. ഇവിടെ തന്നെയാണ് ബസ്സും ട്രെയിനും എല്ലാം കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേഷനാണ്. കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു എയർപോർട്ട് ഫീലിംഗ് തന്നെ ഉണ്ടാവും. അത്ര അടിപൊളിയായിട്ടാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഹാർട്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി വാലന്റൈൻസ് ഡേ വരാൻ പോകുന്നത് കൊണ്ട് അത് പ്രമാണിച്ചൊക്കെയുള്ള ഒരു ഡെക്കറേഷൻ ആണോ എന്നൊന്നും അറിയില്ല. എനിക്ക് ആംസ്റ്റർഡാമിനെ പറ്റി എടുത്തു പറയാനുള്ളത് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ്. ഒരു രക്ഷയും ഇല്ല. അതേപോലെ റോഡ് ഡിസിപ്ലിനും. അങ്ങനെ ഞങ്ങൾ നടന്ന് നേരെ സാൻഷേ ഷാങ്കിലേക്ക് പോകാനുള്ള ബസ് സ്റ്റോപ്പിലെത്തി. ഇവിടുന്ന് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും സാൻഷയിലേക്ക് പോകാനുള്ള ബസ് കിട്ടും. ഈ ബസ് ഇവിടെ നിന്ന് എടുത്താൽ പിന്നെ ഡെസ്റ്റിനേഷനിൽ മാത്രമാണ് നിർത്തുന്നത്. അതേപോലെ തന്നെ അവിടുന്ന് ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും നമുക്ക് സെൻട്രലിലേക്ക് തിരിച്ചു വരാനും ഉള്ള ബസ്സുണ്ട്. അങ്ങനെ ഞങ്ങൾ സാൻഷയിലെത്തി. ഇവിടെ വന്നിറങ്ങിയപ്പോൾ നമ്മളൊരു 18ാം നൂറ്റാണ്ട് 19ാം നൂറ്റാണ്ടിലൊക്കെ എത്തിപ്പെട്ടൊരു ഫീലായിരുന്നു. നഗരത്തിന് തിരക്കൊന്നും ഇല്ലാത്ത ഒരു അൾട്രാ ഗ്രാമപ്രദേശം. കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കുട്ടനാടൻ പോലെ തോന്നും. കയറി വരുമ്പോൾ തന്നെ ഈ സ്ഥലത്തെ പറ്റിയുള്ള ഒരു ഫുൾ റൂട്ട് മാപ്പ് വെച്ചിട്ടുണ്ട്. ഈ കാണുന്ന പാടങ്ങളെല്ലാം ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിലും ടുലിപ്പിന്റെ സമയമാകുമ്പോൾ ഇവിടെ ഫുൾ ടുലിപ്പ് കൊണ്ട് നിറയും. പിന്നെ ഇവിടെ എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് ഈ കാണുന്ന ഗ്രീൻ ഹൗസുകളാണ്. ഇവയും 18th 19th സെഞ്ചുറീസിൽ പണിതതാണെങ്കിലും ഇവിടെ സാൻഷയിൽ പണിതതല്ല. ആംസ്റ്റർഡാമിന്റെ പല ഭാഗങ്ങളിലുള്ള വീടുകളായിരുന്നു. ഇവിടെ ഒരു വില്ലേജ് മ്യൂസിയം ആക്കി മാറ്റിയ സമയത്ത് ഈ വീടുകളൊക്കെ ഇങ്ങോട്ടേക്ക് റീലൊക്കേറ്റ് ചെയ്തതാണ്. ഈ കാണുന്ന വിൻഡ് മില്ലുകൾ 18th സെഞ്ചുറിയിലും 19th സെഞ്ചുറിയിലും നെതർലാൻഡിന്റെ പ്രധാന വ്യവസായ കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഈ പ്രദേശം. അന്ന് ഇവിടെ അറൌണ്ട് ഒരു 600 മുകളിൽ വിൻഡ് മില്ലുകൾ പ്രവർത്തിച്ചിരുന്നു. അത് മെയിനായിട്ട് ഉപയോഗിച്ചിരുന്നതെന്ന് പറയുന്നത് പെയിന്റ് നിർമ്മാണത്തിനും മരം മുറിക്കലിനും പേപ്പർ ഉണ്ടാക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു. അന്നത്തെ ഒരു കാലഘട്ടത്തെ കാണിക്കാൻ വേണ്ടി ഇപ്പൊ കുറച്ച് വിൻഡ് മില്ലുകൾ മാത്രമേ ഇവിടെ അവശേഷിക്കുന്നുള്ളൂ. ചിലതിലൊക്കെ നമുക്ക് അകത്ത് കയറി ഇതിന്റെ മുകളിൽ പോയിട്ട് ഈ ഒരു പ്രദേശത്തിന്റെ മുഴുവൻ ഭംഗി നമുക്ക് അതിന്റെ മുകളിൽ നിന്ന് തന്നെ ആസ്വദിക്കാൻ പറ്റും. പിന്നെ എന്റെ കണ്ണുടക്കിയെന്ന് പറയുന്ന ഈ കാണുന്ന എമ്മണ്ടൻ ക്ലോഗിന്റെ ഒരു ഡെമോ ആണ്. അതിനകത്ത് കയറി ഇരുന്നോ നിന്നോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഫോട്ടോ എടുക്കാം. അതേപോലെ അതിന്റെ മ്യൂസിയത്തിലേക്കുള്ള എൻട്രി ഫ്രീ ആണ്. മ്യൂസിയത്തിലേക്ക് കയറുന്നതിന്റെ സൈഡിൽ തന്നെയായിട്ട് ഈ ക്ലോക്സിന്റെ ചെറിയ മോഡലുകളും 2 ഹാർട്ട് ഷേപ്പിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമുക്കിനി ക്ലോഗ് മ്യൂസിയത്തിലേക്ക് കയറാം. ക്ലോഗ് എന്ന് പറയുന്ന പണ്ട് കാലത്ത് ഡച്ചുകാർ ഉപയോഗിച്ചിരുന്ന ചെരുപ്പാണ്. ഇത് തടി കൊണ്ടാണ് നിർമ്മിക്കുന്നത്. വില്ലോ എന്ന് പറയുന്ന പോപ്പുലർ എന്ന് പറയുന്ന 2 തടി ഉപയോഗിച്ചാണ് ഇവർ ഈ ചെരുപ്പ് നിർമ്മിക്കുന്നത്. ഇവർ അന്ന് ഈ ചെരുപ്പ് ഉപയോഗിക്കുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്ന ഇത് ചൂട് സമയത്ത് ഇവർ ബ്രീത്തബിളും ആയിരുന്നു. അതേപോലെ തണുപ്പ് സമയത്ത് അവർക്ക് അത്യാവശ്യം തണുപ്പിൽ നിന്നുള്ള പ്രൊട്ടക്ഷനും കൊടുക്കും. പിന്നെ ഈ ചെളിയിലൊക്കെ ഇറങ്ങുമ്പോൾ ഡസ്റ്റും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൊണ്ടാണ് ഇവർ അന്ന് ഈ ചെരുപ്പ് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴും ഇവിടെ ഈ ചെരുപ്പിന്റെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഞങ്ങൾ വന്ന ദിവസം നിർമ്മാണ പ്രവർത്തനമൊന്നുമില്ല. ഇനി നമുക്ക് കാണേണ്ട ഒരു മെയിൻ സാധനമാണ് ഡയമണ്ട് ക്ലോക്സ്. ഇത് ഫുൾ ഡയമണ്ട് വെച്ച് ഉണ്ടാക്കി ഡിസ്പ്ലേയിൽ ഇങ്ങനെ വെച്ചേക്കുവാണ്. നമ്മൾ അതിനകത്തേക്ക് തന്നെ നോക്കി നിന്ന് പോവും. എത്ര മിനിറ്റ് വേണമെങ്കിലും നമ്മൾ നോക്കി നിന്ന് പോവും. അത്ര ഭംഗിയായിരുന്നു അത് നേരിട്ട് കാണാനായിട്ട്. അങ്ങനെ ക്ലോക്ക് മ്യൂസിയം എല്ലാം കണ്ട ശേഷം ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവിടുത്തെ ചീസ് ഫാക്ടറിയിലേക്കാണ്. ടുലിപ്പ് പോലെ തന്നെ ഇവർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ചീസും. കാരണം ഞാൻ ആംസ്റ്റർഡാം സെൻട്രലിൽ ഇറങ്ങിയ സമയത്ത് ഇഷ്ടം പോലെ ചീസ് ഷോപ്സ് ഉണ്ടായിരുന്നു. ഇവിടുത്തെ ഈ ചീസ് ഫാക്ടറിയിൽ ഇവിടെ വിൽക്കാനും ഉണ്ടാക്കാൻ നിൽക്കുന്നവരെല്ലാം പണ്ട് കാലത്ത് ഡച്ചുകാർ എങ്ങനത്തെ ടൈപ്പ് ഡ്രസ്സാണ് യൂസ് ചെയ്യുന്ന ആ ഒരു കോസ്റ്റ്യൂം ഇട്ടാണ് അവരിവിടെ നിൽക്കുന്നത്. നമുക്ക് ചീസ് ഉണ്ടാക്കുന്നതൊക്കെ ലൈവായിട്ട് കാണി എടുക്കുകയൊക്കെ ചെയ്യാനും പറ്റും. ഇവിടുന്ന് അവിടെയുള്ള എല്ലാ ചീസിന്റെയും സാമ്പിൾസും വെച്ചിട്ടുണ്ട്. നമുക്ക് കഴിച്ചു നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതി. ഈ കാണുന്ന എന്താന്ന് മനസ്സിലായോ? ഇത് ഒറിജിനൽ ഷീപ്പിന്റെ ഫറാണ്. അങ്ങനെ ഞങ്ങൾ ചീസ് ഫാക്ടറിയിൽ നിന്ന് ഇറങ്ങി. ആംസ്റ്റർഡാം വരുവാണെങ്കിൽ നിങ്ങൾ ഉറപ്പായി വന്ന് കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണിത്. ബാക്കിയുള്ള വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി പറയുക. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ജോയിൻ അവർ യൂട്യൂബ് ഫാമിലി. ബൈ ബൈ.